എന്റെ രാഷ്ട്രീയ ജീവിത കാലഘട്ടം അവസാനിപ്പിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കീഴിലുള്ള മന്ത്രിസഭയിൽ MP എന്ന നിലയിലുള്ള എന്റെ 18 വർഷവും സഹമന്ത്രി എന്ന നിലയിലുള്ള എന്റെ 3 വർഷവും അവസാനിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയാണ്: വർഷം 1 തികയുന്നതിന് മുമ്പ് തന്നെ BJP കേരള അധ്യക്ഷനായി അതേ നേതാവ് അവതരിപ്പിക്കുമ്പോൾ നിലപാടിന്റെ കാര്യത്തിൽ ആരും പോകുമെന്ന് തന്നെ പറയാം. കേരളത്തിൽ വർഷങ്ങളോളം പാർട്ടി പ്രവർത്തനം നടത്തിയ ശോഭാ സുരേന്ദ്രൻ, MT രമേശ് തുടങ്ങിയ നേതാക്കളെ പിന്നിലാക്കിയാണ് രാജീവ് ചന്ദ്രശേഖർ അവതരിക്കുന്നത്. കോർ കമ്മിറ്റി യോഗത്തിലാണ് ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് നിർദ്ദേശിച്ചതും എന്നും കാണാം. രണ്ടാം മോദി സർക്കാരിന്റെ IT ആൻഡ് ഇലക്ട്രോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. കർണാടകയിൽ നിന്നാണ് 3 തവണ രാജ്യസഭയിലേക്ക് എത്തിയത്. 2 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവ സമ്പത്തുമായാണ് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാനത്ത് അധ്യക്ഷനാകുന്നത്. കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് പ്രവർത്തന മണ്ഡലം പൂർണ്ണമായും മാറുമ്പോൾ മുന്നിലുള്ളത് പ്രധാനപ്പെട്ട 2 തിരഞ്ഞെടുപ്പുകളിലേക്ക് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നതാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് നിയുക്ത അധ്യക്ഷൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചും കഴിഞ്ഞു. പ്രകാശ് ജാവേക്കറാണ് രാജീവിന്റെ പേര് കോർ കമ്മിറ്റി യോഗത്തെ അറിയിച്ചത്. മത്സരം ഒഴിവാക്കാൻ കോർ കമ്മിറ്റിയിലെ ധാരണയ്ക്ക് ശേഷം ഒരാളിൽ നിന്ന് മാത്രമേ പത്രിക സ്വീകരിക്കാൻ സാധ്യതയുള്ളൂ എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ 3 വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയം. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിലാണ് പ്രഖ്യാപന സമ്മേളനം നടക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ദേശീയ കൗൺസിൽ അംഗങ്ങളും തെരഞ്ഞെടുക്കുന്നുണ്ട്. ദേശീയ കൗൺസിൽ അംഗമാവാനുള്ള സാധ്യതയും ശോഭാ സുരേന്ദ്രന് മുന്നിൽ അടഞ്ഞു എന്നും പറയാം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. 16,077 വോട്ടുകൾക്ക് ശശി തരൂരിനോട് പരാജയപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങുകയാണെന്ന പ്രഖ്യാപനം രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. ഒടുവിൽ ട്വീറ്റ് എഡിറ്റ് ചെയ്ത വിരമിക്കൽ പ്രഖ്യാപനം പിൻവലിച്ച രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിലെ BJPയെ തീരെഴുതി നൽകിയാണ് കേന്ദ്ര നേതൃത്വം അനുകമ്പ കാണിച്ചത്. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചുവെങ്കിൽ ഒരുപക്ഷെ K സുരേന്ദ്രൻ തന്നെ തുടരുമായിരുന്നു എന്നതാണ് വാസ്തവം. ശോഭാ സുരേന്ദ്രനെ പരിഗണിച്ചാൽ വിഭാഗീയത ആളിക്കത്തുമോ എന്ന് BJP ഭയന്നിരുന്നു. നേരത്തെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു എങ്കിലും കേന്ദ്ര ആവശ്യം അംഗീകരിച്ചിരുന്നില്ല. തൽക്കാലം അധ്യക്ഷനെ മാറ്റേണ്ടതില്ല എന്നായിരുന്നു കേന്ദ്ര നിലപാട് വന്നത്. എന്നാൽ പുതുതായി ചുമതലയേൽക്കുന്ന ദേശീയ നേതൃത്വം പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ തടയുന്നതിനായി പുതിയ സംസ്ഥാന അധ്യക്ഷൻ എന്ന സാധ്യത പരിശോധിക്കുകയായിരുന്നു. CPM-ലെ കടുത്ത വിഭാഗീയതയെ തുടർന്ന് പാർട്ടി വിട്ട മംഗലാപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ BJPയിലേക്ക് എത്തിക്കാൻ സാധിച്ചതടക്കമുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ മുൻനിർത്തി വിമത പക്ഷത്തെ അടിച്ചൊതുക്കാനാണ് സുരേന്ദ്രൻ നീക്കം നടത്തിയത്. BJP ദേശീയ അധ്യക്ഷന്റെയും കേരളമടക്കമുള്ള ഏതാനും സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാരുടെയും കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുകയാണ്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് പരാജയം പാർട്ടിയിലെ വിഭാഗീയത ആളിക്കത്തിച്ചത്.